കളമശ്ശേരി എടയാർ വ്യവസായ മേഖലയിലുണ്ടായ തീപിടുത്തത്തിൽ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ബീഹാർ സ്വദേശി ശത്രുവാണ് മരിച്ചത്. CG ലൂബ്രിക്കൻസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. അപകടമുണ്ടാകുമ്പോൾ 32 ജീവനക്കാർ കമ്പനിയിലുണ്ടായിരുന്നു. തീ നിയന്ത്രണ വിധേയമാക്കി. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സെബി ജോസഫ് വിവരങ്ങൾ നൽകും. സെബി, ഇപ്പോൾ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് തുടങ്ങിയ മറ്റ് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്ന കളമശ്ശേരി എടയാറിലെ വ്യവസായ മേഖലയിലെ ഓയിൽ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 9 മണിക്ക് ശേഷമാണ് തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. അത് അന്യസംസ്ഥാന തൊഴിലാളിയാണ്. ബീഹാർ സ്വദേശിയായ ശത്രു എന്നാണ് ഇയാളുടെ പേരെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ഉദ്യോഗസ്ഥർ കൈമാറുന്നത്. എന്തായാലും അതിൽ മറ്റ് ആളപായമോ അല്ലെങ്കിൽ മറ്റ് പരിക്കുകൾ ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഏകദേശം 1.5 മണിക്കൂർ വലിയ രീതിയിൽ തീപിടുത്തമുണ്ടായി. ഓയിൽ കമ്പനി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തീ ആളിപ്പടർന്നു. ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി 6ലധികം ഫയർഫോഴ്സ് യൂണിറ്റ് വിവിധയിടങ്ങളിലായി എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. പ്രത്യേകിച്ച് ഇവിടെ ഈ പഴയ ഓയിലൊക്കെ കൊണ്ടുവന്ന് വീണ്ടും അത് സംസ്കരിച്ച് വീണ്ടും ഓയിലാക്കി മാറ്റുന്ന ഒരു കമ്പനി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബോയിലർ പ്ലാന്റിലാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ തീ പിന്നീട് വലിയ രീതിയിൽ ആളി പടരുകയായിരുന്നു. ഇവിടെ ഈ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് എപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? നമുക്ക് ഏലൂർ ഫയർ സ്റ്റേഷനിലാണ് ഇവിടെ തൊട്ടടുത്തുള്ളത്. 2 കിലോമീറ്റർ. നമുക്ക് ഒരു തീപിടുത്ത കോൾ വരുന്നത് 9:35 35 ആ സമയമാണ് കോൾ വരുന്നത്. നമ്മളിവിടെ തന്നെ 2 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് എത്തി. പക്ഷേ ഇത് ഓയിലായതുകൊണ്ട് ഒരു ഫോം കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ മറ്റ് സ്റ്റേഷനിൽ നിന്നും നമ്മൾ മറ്റ് ജില്ലകൾ, എറണാകുളം ജില്ലയിലെ പുറത്തെ ജില്ലയിൽ നിന്നില്ല, എറണാകുളം ജില്ലയിലെ മറ്റ് ഫയർ സ്റ്റേഷനുകളിൽ വിളിച്ച് കൊണ്ടുവന്ന് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് തീ കെടുത്തിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ഒരു ഖേദകരമായ കാര്യം. മറ്റ് വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. കമ്പനിയിൽ ഇപ്പോൾ മറ്റ് കമ്പനികളൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ കമ്പനിയെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. വേണ്ടത്ര സുരക്ഷാ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ കുറവാണ്, തീരെ ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷേ അത് ഇവിടെ പണ്ട് സ്ഥാപിച്ച കമ്പനിയാണ്. ഇവർക്ക് സ്ഥിര സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നൊരു പരിമിതിയുണ്ട്. അപ്പോൾ എല്ലാ കമ്പനികളെയും ചേർത്ത് ഒരു അഗ്നിശമന സംവിധാനം ഉണ്ടാക്കാനായിട്ടുള്ള പ്രൊപ്പോസൽ ഇപ്പോൾ അതിൻ്റെ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ചർച്ചകളൊക്കെ കഴിഞ്ഞാണ്. അതിൻ്റെ സ്ഥലം കണ്ടെത്തി ഒരു കോമൺ വാട്ടർ ടാങ്ക് പണിത് അതിൽ ഇവിടെ എല്ലായിടത്തും ഹൈഡ്രൻ്റ് വലിച്ച് ചെയ്യുന്നതിനെ പറ്റി ഒരു ആലോചന, അത് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണ് ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നത്? ഇത് ഓയിൽ റീസെയിലിംഗ് ആണ്. നമ്മൾ ഉപയോഗിച്ച ഓയിലുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് മറ്റ് ഓയിലുകളാക്കി മാറ്റുന്നതാണ് ഇതിൻ്റെ ഇവിടുത്തെ അത് ശേഖരിച്ച് അതിൻ്റെ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഓയിലുകൾക്കാണ് ഇവിടെ തീപിടിച്ചത്. തീർച്ചയായും എന്തായാലും വളരെ വലിയ ദാരുണമായൊരു അപകടമാണ്. പക്ഷേ ഇതിലൊരു ആശ്വാസം എന്ന് പറയുന്നത് വലിയൊരു ദുരന്തം. ഒരാൾ മരിച്ചു എന്നുള്ളത് വലിയ ഖേദകരമായ ഒന്നാണ്. പക്ഷേ എങ്കിൽ പോലും 32ലധികം തൊഴിലാളികൾ ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ജീവനക്കാരെല്ലാം നിലയും ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു വലിയ അതിൽ കൂടുതൽ വലിയ ദുരന്തം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. എന്തായാലും 32ലധികം പേർ ഇവിടെ ഉണ്ടായിരുന്നു. ഒരാൾ മരണപ്പെട്ടു. ബാക്കി ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും 1.5 മണിക്കൂർ കൊണ്ട് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സെബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.